മഹാരാഷ്ട്രയിൽ മഴ അതിശക്തമാണ്. മുംബൈ നഗരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 200 മില്ലി മഴയാണ് പെയ്തത്. നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. അടുത്ത 3 മണിക്കൂർ മുംബൈയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 7 പേർ മരണപ്പെട്ടു. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, മഹാരാഷ്ട്രയിലെ പ്രതിസന്ധി അതിരൂക്ഷമാണ്. നിലവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്താണ്? നിലവിലെ സാഹചര്യം എങ്ങനെ? മുംബൈയിൽ ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വെള്ളക്കെട്ട് കാരണം ഇപ്പോൾ പല യാത്രക്കാർക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ പ്രധാനമായിട്ടും എയർപോർട്ടിലേക്കും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള പല ഭാഗങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. NDRF സേനയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മുംബൈ നഗരത്തിൽ പല ഇടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. നിലവിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമായത് കാരണം റെയിൽവേ ട്രാക്കുകൾ പലതും വെള്ളത്തിനടിയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അടുത്ത 3 മണിക്കൂർ തീർച്ചയായിട്ടും നിർണായകമാണ്. റെഡ് അലേർട്ട് തുടരുകയാണ് മുംബൈ നഗരത്തിൽ. മുംബൈ മാത്രമല്ല, മുംബൈയുടെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള താനെ, അതുപോലെ തന്നെ പൽഘർ, റായ്ഗഡ്, പൂനെ തുടങ്ങിയിട്ടുള്ള മേഖലകളിലും നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ ഉയരാനും സാധ്യതയുണ്ട്. നഗരത്തിൻ്റെ പല മേഖലകളും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. മിഥി നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നദീതീരങ്ങളിലുള്ളവരെയും അതുപോലെ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ബൃഹൻ മുംബൈയിലുള്ള പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇവിടെയുള്ള വെള്ളക്കെട്ട് കാരണം ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സർക്കാർ സ്ഥാപനങ്ങളും ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസവും ഏകോപിപ്പിക്കുന്നത് കാരണം പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മിക്ക സ്ഥാപനങ്ങൾക്കും അവധിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി തുടരുകയാണ്. അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. IT മേഖലകൾ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന നിർദ്ദേശവും സർക്കാർ നിലവിൽ നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 200 മില്ലിമീറ്റർ മഴ പെയ്തതാണ് പ്രതിസന്ധി ഇത്രയധികം രൂക്ഷമാകാൻ കാരണം. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കനത്ത രീതിയിൽ തന്നെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നന്ദേഡ് ജില്ലയിലുള്ള മുഖേദിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിൽ 5 പേരെ കാണാനില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകളുമുണ്ട്. സംസ്ഥാന വ്യാപകമായി 7 പേർ മരിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. ഈ 5 പേരുടെ വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. ഇവർക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മിഥി നദി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂക്ഷമാണ്. വിദർഭ മേഖലയിൽ 2 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി മഴയിൽ നാശമായി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമായിട്ടും മുംബൈയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മുഴുവനായിട്ടും മഴ കാരണമുള്ള ദുരിതങ്ങൾ രൂക്ഷം തന്നെയാണ്. സജിത്ത്, മഹാരാഷ്ട്രയിൽ അതിരൂക്ഷമായ മഴക്കെടുതിയാണ് അനുഭവപ്പെടുന്നത്. നഗരമേഖലകളിൽ പ്രത്യേകിച്ചും വലിയ വെള്ളക്കെട്ട്, റെഡ് അലർട്ടാണ് മേഖലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.